നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടിയഞ്ചിറ താൽക്കാലിക ബണ്ട് ട്രെഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. തണ്ണീർക്കായൽ പ്രദേശത്തെ 40ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ബണ്ട് പൊട്ടിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ സ്ഥാപിച്ച ഇരുമ്പ് കവാടം അപകടാവസ്ഥയിൽ. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇരുമ്പ് കവാടം സ്ഥാപിച്ചത്. ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം ഒഴുക്കി സാമൂഹ്യ വിരുദ്ധർ. മഴയിൽ വീട്ടുമുറ്റത്തേക്കും കിണറ്റിലേക്കും ഒഴുകിയെത്തിയതോടെ ദുരിതത്തിലായി കുടുംബങ്ങൾ. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ. അണ്ടത്തോട് പെരിയമ്പലം വേട്ടേക്കരൻ ക്ഷേത്രകുളത്തിലെ ജലം മലിനമായതായി ആക്ഷേപം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാനയിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തിയതോടെ കുളം ഉപയോഗശൂന്യമായി. വാർത്തകൾ വിശദമായി. ഇടിയഞ്ചിറ താൽക്കാലിക ബണ്ട് ട്രെഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. തിങ്കളാഴ്ച മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് ബണ്ട് നീക്കം ചെയ്യാൻ തുടങ്ങിയത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ട്രെഡ്ജർ എത്തിച്ചാണ് ബണ്ട് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ബണ്ടിന്റെ മധ്യഭാഗം നിർത്തി 2 വശങ്ങളും പൊളിച്ച് വെള്ളം തുറന്നുവിട്ടത് വിവാദമായതിനെ തുടർന്നാണ് MLA അടിയന്തര യോഗം വിളിച്ചത്. പെരിങ്ങാട് റോഡ്, മുല്ലശ്ശേരി, പാടൂർ എന്നീ റോഡുകളിലും കഴിഞ്ഞ 10 ദിവസമായി ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. തണ്ണീർക്കായൽ പ്രദേശത്തെ 40ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ബണ്ട് പൊട്ടിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. പെട്ടെന്ന് തന്നെ അടിത്തറ ഭാഗം പണി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറിഗേഷൻ ഇടപെട്ടത്. അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം വെള്ളം കെട്ട് അമിതമാകുകയും ജനങ്ങളാകമാനം തന്നെ പരിഭ്രാന്തിയിലാകുകയും, കാരണം 2012 പ്രളയം പോലെ പരിസരമാകമാനം തന്നെ പ്രളയമായിരുന്നില്ല. ഈ കെട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസര പ്രദേശത്തെ 2 പഞ്ചായത്തിൻ്റെ ചില വാർഡുകളിലാണ്, 4-5 വാർഡുകളിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഏതായാലും പരിഹാരം നമ്മളിപ്പോൾ താൽക്കാലിക പരിഹാരം, വെള്ളക്കെട്ടിന് താൽക്കാലികമായ പരിഹാരം ഉണ്ടായി. എരുമപ്പെട്ടി മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇരിങ്ങപ്പുറം പള്ളത്ത് വീട്ടിൽ വേണുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകലാട് ലോറിക്ക് പിറകിൽ പോലീസ് ജീപ്പ് ഇടിച്ച അപകടം. 2 പോലീസുകാർക്ക് പരിക്ക്. കൊല്ലം ചവറ സ്വദേശികളായ സുരാജ്, വിനീഷ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് ഒറ്റൈനിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. കൊല്ലം തെക്കുഭാഗം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ പോലീസുകാരെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ സ്ഥാപിച്ച ഇരുമ്പ് കവാടം അപകടാവസ്ഥയിൽ. ഭാരമേറിയ ക്രോസ് ബാർ വാഹനമിടിച്ച് തകർന്ന നിലയിലാണ്. കോൺക്രീറ്റ് തൂണും അപകടാവസ്ഥയിലാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഈ റോഡിലൂടെ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇരുമ്പിന്റെ ക്രോസ് ബാർ സ്ഥാപിച്ചത്. ഇതു സ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം കണ്ടെയ്നർ ലോറി കവാടത്തിൽ ഇടിച്ച് കേടുപാടുണ്ടായി. ലോറി ഡ്രൈവറുടെ ചെലവിലാണ് അന്ന് അറ്റകുറ്റപ്പണി നടത്തിയത്. ഒട്ടേറെ വാഹനങ്ങളാണ് ഇതിലൂടെ പ്രവേശിക്കുന്നതിനിടെ ക്രോസ് ബാറിൽ ഇടിക്കുന്നത്. ചിലർ വാഹനം തിരിച്ചു പോകാറുണ്ട്. ചില ഡ്രൈവർമാർ അപകടം കാര്യമാക്കാതെ മുന്നോട്ടെടുത്ത് കടന്നുപോകുന്നതും പതിവാണ്. മുൻപ് അപകടങ്ങളുണ്ടാകുമ്പോൾ നഗരസഭ അറ്റകുറ്റപ്പണികൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇതിന് വേണ്ടത്ര പരിഗണന നൽകാതെയായി. വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്നതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കവാടം നിർമ്മിച്ചത്. നേരത്തെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ 2 കോൺക്രീറ്റ് തൂണുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ വാഹനങ്ങളിടിച്ചുള്ള അപകടങ്ങളേറി പരാതികളായതോടെ ഇവ നീക്കി. ഇപ്പോഴുള്ള അപകടാവസ്ഥയിലായ കവാടം ഒരു ഭാഗം ചെരിഞ്ഞാണ് നിൽക്കുന്നത്. മുകളിലെ ഇരുമ്പുതണ്ടുകൾ പൊട്ടിയ നിലയിലുമാണ്. ഇനിയും വാഹനമിടിച്ചാൽ നിലംപതിച്ച് മറ്റൊരപകടത്തിന് കാരണമാകും. വലിയ ദുരന്തങ്ങൾക്ക് കാത്തുനിൽക്കാതെ അപകടാവസ്ഥയിലായ കവാടത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യമൊഴുക്കി സാമൂഹ്യ വിരുദ്ധർ.
ചൂണ്ടൽ പഞ്ചായത്തിലെ പട്ടിക്കര ചെറനല്ലൂർ റോഡിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ടാങ്കറിലെത്തിച്ച് മാലിന്യം ഒഴുകിയിട്ടുള്ളത്. മഴയിൽ വീട്ടുമുറ്റത്തേക്കും കിണറ്റിലേക്കും ഒഴുകിയെത്തിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മേഖലയിലെ കുടുംബങ്ങൾ. പട്ടിക്കര സെന്ററിൽ നിന്നും ചെറനല്ലൂരിലേക്ക് പോകുന്ന റോഡിൽ ഞാലിൽ രാജീവ്, ഞാലിൽ ഷാജി, ഞാലിൽ സുകുമാരൻ, മംസ്രായിലത്ത് ഫൈസൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് മഴയിൽ കുത്തിയൊലിച്ചെത്തിയ കക്കൂസ് മാലിന്യം തളം കെട്ടി നിൽക്കുന്നത്. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധമാണ് മാലിന്യം മുറ്റം നിറയെ പരന്നു കിടക്കുന്നത്. ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന സാമൂഹ്യവിരുദ്ധരായ സംഘമാണ് സംഭവത്തിന് പിന്നിൽ. ടാങ്കർ ലോറികളിലെത്തിക്കുന്ന മാലിന്യം പാടശേഖരങ്ങളിലും പാതയോരത്തും തോടുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിലും തള്ളുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ പാതയോരത്ത് തള്ളിയ മാലിന്യം ശക്തമായ മഴ പെയ്തതോടെ വീട്ടുമുറ്റങ്ങളിലേക്കും കിണറിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു. ഞാലിൽ രാജീവിന്റെ വീട്ടിലെ കിണറ്റിലേക്കാണ് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തിയിട്ടുള്ളത്. കിണറ്റിലേക്ക് മാലിന്യം ഒഴുകി ഇറങ്ങിയതോടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കുടുംബാംഗങ്ങൾക്കുള്ളത്. കിണർ വറ്റിച്ച് വെള്ളം ശുദ്ധീകരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരുമെന്നത് കുടുംബത്തിന്റെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. പൊതുയിടത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പോലീസും തുടരുന്ന നിസ്സംഗതയാണ് ഇത്തരം സംഭവങ്ങൾ നിർബാധം തുടരുന്നതിന് കാരണമാകുന്നത്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ നന്ദൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ മാലിന്യം തള്ളിയ ടാങ്കർ ലോറി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് പോലീസും ആരോഗ്യ വിഭാഗവും. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ. അണ്ടത്തോട്, പെരിയമ്പലം, വേട്ടേക്കരൻ ക്ഷേത്രകുളത്തിലെ ജലം മലിനമായതായി ആക്ഷേപം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാനയിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തിയതോടെ കുളം ഉപയോഗശൂന്യമായി. വെള്ളം മലിനമായതോടെ കുളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കാനകളും ക്ഷേത്രകുളത്തിന് സമീപമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കാനയ്ക്ക് സൈഡ് ഭിത്തിയില്ലാത്തതിനാൽ ഇരുവശങ്ങളിൽ നിന്നും കിലോമീറ്റർ ദൂരത്തിലുള്ള വെള്ളവും ചളിയും കുത്തിയൊലിച്ച് കുളത്തിലേക്കാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളത്തോടൊപ്പം ചീഞ്ഞളിഞ്ഞ നായയുടെ ജഡവും കുളത്തിൽ അടിഞ്ഞിരുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് കുഴിച്ചുമൂടിയത്. കുളത്തിന്റെ കൽപ്പടവുകളും തകരാറിലായ അവസ്ഥയിലാണ്. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത അധികൃതർ ഭിത്തിക്ക് പകരം മണ്ണ് കൊണ്ടുവന്നു തട്ടി താൽക്കാലിക പരിഹാരമുണ്ടാക്കി. ശക്തമായ മഴ പെയ്താൽ ഇത് കൂടുതൽ ദുഷ്കരമാകും. ദേശീയപാത അതോറിറ്റി ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി PR ബാബു ആവശ്യപ്പെട്ടു. ഇത് ചെയ്യാൻ അവരിപ്പോൾ കുറച്ച് മണ്ണ് ഇവിടെ കൊടുത്തിട്ട് ആ ഹോള് അടച്ചിരിക്കുകയാണ്. ഹോള് മറ്റുള്ളവർ കാണാതെ ഇരിക്കുക, ഹോള് അടച്ചിരിക്കുക. ഇവിടെ ഈ പോസ്റ്റ് ചാഞ്ഞ് കിടന്നിരുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ്, അതൊന്ന് നിർത്തി വെച്ചിട്ട് മണ്ണിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു പ്രതിവിധിയും ഇല്ല. ഇനിയും വെള്ളം വന്ന് മഴ പെയ്ത് വെള്ളം വന്നാൽ ഇതിലേക്കാണ് ഒഴുകി വരിക. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി കണ്ടേ പറ്റും, അടിയന്തരമായിട്ട് കണ്ടേ പറ്റും. കുളം ശുദ്ധീകരിച്ച് തരും വേണം. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ് ലൈറ്റ് വെളിച്ചെണ്ണപ്പടി സെന്ററിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷയായി. വാർഡ് മെമ്പർ മുഹമ്മദ് മാസ്റ്റർ, മെമ്പർ റാഹില വഹാബ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഡിവിഷൻ പ്രസിഡന്റ് ഉമ്മർ മനാഫ്, PA ഹസീബ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് പ്രസിഡന്റ്, ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്നിവർക്കുള്ള ശില്പശാല നടത്തി. JJ സ്കൂൾ ഓഫ് ആർട്സ് ഓഡിറ്റോറിയത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. സാംസൺ പുലിക്കോട്ടിൽ ക്ലാസിന് നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, KC ബാബു, ബിജോയ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ വോട്ട് ചേർക്കാം എന്നതിന് പരിശീലനം നൽകി. അജിത സന്തോഷ്, ഇക്ബാൽ കാട്ടകാമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. അതിതീവ്ര വംശനാശ ഭീഷണി നേരിടുന്ന സൈസീജിയം ട്രാവൻകോറിക്കം വിഭാഗത്തിൽപ്പെടുന്ന കുളവെട്ടി മരങ്ങൾക്ക് തണലായി തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ. ലോകത്താകെയുള്ള കുളവെട്ടി മരങ്ങൾ 400-ൽ താഴെയാണ്. കേരളത്തിൽ കലശമലയിലാണ് അതിൽ ഏറിയ പങ്കും നിലനിൽക്കുന്നത്. 2019-ൽ എളവള്ളി പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന MK ആൽഫ്രഡ്, തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ PV ആൻഡോ എന്നിവർ ചേർന്നാണ് എളവള്ളി കണിയാംതുരുത്തിൽ 40 കുളവെട്ടി മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. കാലാവസ്ഥയും മണ്ണും ചതുപ്പും കുളവെട്ടിക്ക് അനുകൂലമായതിനാൽ മരങ്ങൾ തഴച്ചു വളർന്നു. മുളച്ചുകിട്ടാൻ വളരെ പ്രയാസമുള്ള കുളവെട്ടി വിത്തുകൾ പ്രത്യേക പരിചരണത്തോടെയാണ് മുളപ്പിച്ചെടുത്തത്.
ഒരു വർഷത്തിനു ശേഷം പുതിയ ഭരണസമിതി ചുമതലയെടുത്തതോടെ പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിൽ എളവള്ളിയിൽ കുളവെട്ടിമരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും പ്രത്യേക സോണായി നിലനിർത്തുകയും ചെയ്തു. കൂടാതെ 21 പുതിയ തൈകൾ ബണ്ടരികുകളിൽ നട്ടിരുന്നു. 8 മാസം മുമ്പ് കുളവെട്ടിമരങ്ങൾ സന്ദർശിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കേരളത്തിൽ കുളവെട്ടിമരങ്ങൾ വ്യാപകമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ കുളവെട്ടി മരത്തൈകൾ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ധനസഹായവും പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ട്. കുളവെട്ടിമരത്തിന്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുക്കുന്ന നഴ്സറിയുടെ പ്രവർത്തന ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി അധ്യക്ഷനായി. പ്രൊഫസർ TV ആൻഡോ, പ്രശാന്തി ജിജീഷ്, MR രാജു എന്നിവർ സംസാരിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ മാറ്റി മത്സ്യബന്ധനം സുഗമമാക്കുന്നതിന് പുന്നൂർ പഞ്ചായത്ത് അധികൃതർ മുൻകൈ എടുക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരക്കാർ ആവശ്യപ്പെട്ടു. പുന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ മരക്കാർ. ഇത് അപ്പുറത്തൊരു കാന നിർമ്മിക്കാനാണെങ്കിൽ, അപ്പുറത്തൊരു തോട് നിർമ്മിക്കാനാണെങ്കിൽ നിങ്ങൾ എത്രയോ ശുഷ്കാന്തിയോടുകൂടി അത് ചെയ്യാനുള്ള വ്യഗ്രത കാണിക്കുന്നു. ഞങ്ങളതിൽ മനസ്സിലാക്കുന്നത് ഈ തടികൾ, ഈ മരങ്ങൾ കടലിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവും, അപ്പുറത്തൊരു കാന നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് പോക്കറ്റ് നിറയെ കാശ് കിട്ടുമെന്നുള്ള ഒരു തോന്നലും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ മാറ്റി ഇവരെ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഒരു കടൽ തീരമാക്കി മാറ്റാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കാത്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാലവർഷം ശക്തിയാർജിച്ചപ്പോൾ കടൽക്കരയിലുണ്ടായിരുന്ന കാറ്റാടിമരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. ഇത് കടലിൽ കിടക്കുന്നത് മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. മരക്കൊമ്പിൽ വലകൾ കുടുങ്ങുകയും യാനങ്ങൾ കേടുവരികയും ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. കടലിൽ നിന്നും ഇവ നീക്കം ചെയ്യുവാൻ പഞ്ചായത്ത് മുൻകൈയെടുക്കണം എന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് മന്ദലാംകുന്ന് ബീച്ചിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി. വാർഡ് പ്രസിഡന്റ് KK അക്ബർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മഹ്ഷൂഖ് സ്വാഗതം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷാജഹാൻ, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും പുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ PK ഹസൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ നവാസ് കിഴക്കൂട്ട്, ഷർബാനൂസ് പണിക്കവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷാഹു പള്ളത്ത്, നൌഷാദ്, അലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ സൗപർണിക ജ്വല്ലറി ഉടമ ഉണ്ണികൃഷ്ണന്റെ പിതാവിന്റെ സ്മരണയ്ക്കായി വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ OP വിഭാഗത്തിലേക്ക് ടെലിവിഷൻ സൗജന്യമായി നൽകി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ S പാണ്ഡ്യൻ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസിലിന് ടെലിവിഷൻ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി സ്ഥാനാരോഹണം ചെയ്ത ശേഷം ആദ്യമായി മലബാറിൽ എത്തിയ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. 1-ാം പ്ലാറ്റ്ഫോമിലെ VIP ലോഞ്ചിൽ നൽകിയ സ്വീകരണത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി നൂൺ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ഖജാൻജി CC മനോജ് ബൊക്കെ നൽകി സ്വീകരിച്ചു. സൊസൈറ്റി ചെയർമാൻ ഷെവ്ലിയർ CE ചാക്കുണ്ണി കാതോലിക്ക ബാവയെ പൊന്നാടണിയിച്ചു. ഗുരുവായൂർ തിരുവേങ്കിടാചലപതി ക്ഷേത്രത്തിലേക്ക് നഗരസഭാ കൗൺസിലർ VK സുജിത്ത് ക്ലോക്ക് സമർപ്പിച്ചു. ക്ഷേത്രമുറ്റത്ത് നടന്ന ചടങ്ങിൽ VK സുജിത്തിൽ നിന്നും ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാർനാട്ട്, മാനേജർ P രാഘവൻ നായർ എന്നിവർ ഏറ്റുവാങ്ങി. ക്ഷേത്രസമിതി ജോയിന്റ് സെക്രട്ടറി ബാലൻ വാർനാട്ട്, ക്ഷേത്ര ജീവനക്കാരായ ഉണ്ണികൃഷ്ണൻ കാഞ്ഞുള്ളി, ഹരി വടക്കൂട്ട്, മൂത്തേടത്ത് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ജൂൺ 4 ദേശീയ ടൈലറിംഗ് ദിനം. ദേശീയ ടൈലറിംഗ് ദിനത്തിൽ കുന്നംകുളം ചെറുവത്താണി സ്വദേശി ചന്ദ്രബാലന്റെ തയ്യൽ ജോലിക്ക് 5.5 പതിറ്റാണ്ടിന്റെ സമർപ്പണമുണ്ട്. കുന്നംകുളം താഴത്തേപ്പാറ ഭാവന ടാക്കീസിന് മുൻവശം ചെറിയ മുറിയിലിരുന്നാണ് 76-കാരനായ ചന്ദ്രബാലൻ ജീവിതം തുന്നിയെടുക്കുന്നത്. ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, ബക്രീദ്, പള്ളിപ്പെരുന്നാൾ ഏതാഘോഷങ്ങൾക്കും പുതുവസ്ത്രമണിയണമെങ്കിൽ ചന്ദ്രബാലന്റെ നൂലിഴകളിൽ തയ്ച്ചെടുത്ത ഷർട്ടും പാന്റും വേണം. ഈ കാലയളവ് വരെ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ മാത്രമാണ് തുന്നിയിട്ടുള്ളത്. 11-ാം വയസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൈലറിംഗ് പണിയോട് ഇഷ്ടം തോന്നി. 5 വർഷം കൊണ്ട് സ്വന്തമായി തയ്യൽ ജോലി ചെയ്യാൻ പഠിച്ചു. 1970 മുതൽ സ്വന്തമായി തയ്യൽക്കട തുടങ്ങി.
സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോമുകളുടെ തിരക്കായിരിക്കും. വർഷങ്ങളുടെ കുതിച്ചുചാട്ടത്തിൽ 1000-ലധികം വിവാഹങ്ങൾക്ക് മണവാളന്റെ ഡ്രസ് തുന്നിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സഹായത്തിനായി 4 പേർ വേറെയുമുണ്ട്. പുതുമ നിറഞ്ഞ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രബാലൻ തുന്നിയാലേ പലർക്കും വസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ തൃപ്തി വരികയുള്ളൂ. പ്രായവ്യത്യാസമില്ലാതെ ആരോട് ചോദിച്ചാലും ബാലന്റെ തുന്നലിന് ആരാധകർ ഏറെയാണ്. കുന്നംകുളം മേഖലയിൽ നിരവധി പേർ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തയ്യൽ അഭ്യസിച്ചിട്ടുമുണ്ട്. മൂത്ത മകൻ ജുബീഷ് പിതാവിന്റെ പാത പിന്തുടരുന്നുണ്ട്. പ്രശസ്ത അഭിനേതാവ് മോഹൻലാലിന്റെ ഷർട്ട് നൽകുവാൻ കഴിഞ്ഞത് കുടുംബത്തിന് അഭിമാനമാണ്. പുതുമ നഷ്ടപ്പെടാതെ ഷർട്ട്, പാൻറ്റും എന്നിവ തയ്ക്കാൻ യുവാക്കൾ നേരത്തെ ഇദ്ദേഹത്തെ തന്നെ ബുക്ക് ചെയ്യും. ഉപഭോക്താക്കളുടെ വിശ്വസ്തത സ്വന്തമാക്കിയ ഇദ്ദേഹം സാധാരണക്കാർക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ മുതൽ ആധുനിക ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വരെ തയ്ച്ചു നൽകും. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിപ്രസരത്തിലും ചെറുശാലയിൽ ഏത് ദിവസവും കഠിന പ്രയത്നം ചെയ്ത് തുണിയിൽ മാത്രമല്ലാതെ മനസ്സിലെ സ്നേഹവും സമർപ്പണവും നൽകുകയാണ് ചന്ദ്രബാലൻ. അംബികയാണ് സഹധർമ്മിണി. ജുബീഷ്, ജൂന, ജിജോഷ് എന്നിവർ മക്കളും വിമി, അജിതൻ, അശ്വതി എന്നിവർ മരുമക്കളുമാണ്. കുന്നംകുളം പെന്തക്കോസ്ത് സഭകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ UPF പുതിയ വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പൊതുസമ്മേളനം സീനിയർ പാസ്റ്റേഴ്സ് ഫോറം അംഗം പാസ്റ്റർ ലാസർ മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ലിബിനി ചുമാർ അധ്യക്ഷനായി. സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണം, ലഹരി വിരുദ്ധ സമ്മേളനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തും. ഭാരവാഹികളായി KK കുര്യാക്കോസ് ജനറൽ പ്രസിഡന്റ്, അജീഷ് മാത്യു, വിജോഷ് കുണ്ടുകുളം വൈസ് പ്രസിഡന്റ്, ജോബിഷ് ചൊവ്വല്ലൂർ ജനറൽ സെക്രട്ടറി, ടിജിൻ ജോൺ സെക്രട്ടറി, PR ഡെന്നി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സ്റ്റാർ സിംഗേഴ്സ് ലൈവ് മ്യൂസിക് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കായൽക്കടവ് റിസോർട്ടിൽ വിവിധ കലാപരിപാടികളോടെയാണ് സംഗമം അരങ്ങേറിയത്. ഒരുമനയൂർ ആൽഫ പാലിയേറ്റീവ് കെയർ സെക്രട്ടറി PC കോയ സംഗമം ഉദ്ഘാടനം ചെയ്തു. സലീം ഗുരുവായൂർ അധ്യക്ഷനായി. പ്രോഗ്രാം കൺവീനർ ഇബ്രാഹിം, ഷാഹുൽ ബ്ലാങ്ങാട്, ദിലീപ് കഴിമ്പ്രം, രാജി രഘു, ഷക്കീർ ബാംഗ്ലൂർ, അജിത കാസർകോട്, ബിജു ചാവക്കാട് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥിനികളായ ഫിദ ഫാത്തിമ, അനീഷ ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ സെക്രട്ടറിയായ PC കോയയെ പ്രോഗ്രാം കോർഡിനേറ്റർ രാജി രഘു മൊമന്റോ നൽകി ആദരിച്ചു. അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി 19ാമത് നാരായണീയ മഹോത്സവം വൈകുണ്ഠാമൃതം എന്ന പേരിൽ 2025 ഒക്ടോബർ 5 മുതൽ 11 വരെ ഗുരുവായൂരിലെ മഞ്ജുളാലയത്തിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജൂൺ 6-ന് സ്വാഗത സംഘം രൂപീകരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുന്ന സ്വാഗത സംഘം രൂപീകരണ ചടങ്ങിൽ 500ഓളം പേർ പങ്കെടുക്കും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി മുഖ്യൻ ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദീപപ്രോജ്വലനം നിർവഹിക്കും. ചെയർമാൻ TV ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കും. സ്വാഗത സംഘത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം സ്വാമി ഉദിത് ചൈതന്യയും, ഭവനം നാരായണീയത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനും, സാന്ദ്രാനന്ദത്തിന്റെയും സ്വാഗത സംഘം ഓഫീസിന്റെയും ഉദ്ഘാടനം ADGP S ശ്രീജിത്ത് IPSും നിർവഹിക്കും. സ്വാഗത സംഘം പ്രഖ്യാപനം അഖില ഭാരത അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാങ്ങോട് രാമകൃഷ്ണനും, വൈകുണ്ഠാമൃതം ദ്രവ്യ സമാഹരണത്തിന്റെ ഉദ്ഘാടനം ദേശീയ ജനറൽ സെക്രട്ടറി ഹരിമേനോൻ ചാമപ്പറമ്പിലും നിർവഹിക്കും. ചടങ്ങിൽ ആധ്യാത്മിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. TV ശ്രീനിവാസൻ ഗുരുവായൂർ, ഹരിമേനോൻ ചാമപ്പറമ്പിൽ, ബാബുരാജ് കേച്ചേരി, സുമേഷ് കുമാർ ഗുരുവായൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാല LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അഡ്വക്കേറ്റ് ജൂലിയ ഷാജിനെ എരുമപ്പെട്ടി പൗരാവലി ആദരിച്ചു. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, സെക്രട്ടറി KR രാധിക, പൊതുപ്രവർത്തകരായ KT റിനോൾഡ്, PC അബാൽമണി, PT ജോസഫ്, AL ജോണി ആളൂർ, ഫാദർ CB ജോൺ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. എരുമപ്പെട്ടി ചെറുവത്തൂർ വീട്ടിൽ ഷാജൻ ജെയ്സി ദമ്പതികളുടെ മകളാണ്. പൂക്കോട് 2ാം വാർഡ് പിള്ളക്കാട് UDF വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര റാലി നടത്തി. കോട്ടപ്പടി പിള്ളക്കാട് 500 റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധ റാലി ചെയർമാൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. 500 മുതൽ ഉപ്പുതോട് വരെയാണ് റാലി സംഘടിപ്പിച്ചത്. ബൂത്ത് പ്രസിഡന്റ് VS അഷ്ഫാഖ് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ്, നജീബ്, നൌഫൽ, ലുത്തൂഫി, കോർഡിനേറ്റർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് ഗിരീഷ് സ്വാഗതവും IUML പ്രസിഡന്റ് ഹമീദ് നന്ദിയും പറഞ്ഞു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അനുവദിക്കപ്പെട്ട ഫണ്ട് PWD ഓഫീസിൽ എത്തിയിട്ടുണ്ട് എങ്കിലും
അതിന്റെ പ്രവർത്തന എസ്റ്റിമേറ്റുകളോ ഈ റോഡിന്റെ പണി എന്ന് പുനരാരംഭിക്കും എന്നോ പറയാൻ അധികാരി വർഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിള്ളക്കാട് 500 റോഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി UDF നേതൃത്വം മുന്നോട്ടു പോകും എന്ന് മാത്രം. മധ്യവേനൽ അവധി കഴിഞ്ഞുള്ള സ്കൂൾ പ്രവേശന ദിനത്തിലെ ആഘോഷങ്ങളും അംഗൻവാടികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിലായി നടന്ന പ്രവേശനോത്സവങ്ങളും വർണ്ണാഭമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ മധുരം നൽകിയും ചെറിയ ഉപഹാരങ്ങൾ നൽകിയും കുരുന്നുകളെ വരവേറ്റു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും ഉണ്ടായി. ചാലിശ്ശേരി പഞ്ചായത്ത് 104 നമ്പർ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ജനമൈത്രി പോലീസ് രക്ഷിതാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ ടി അരവിന്ദാക്ഷൻ ബോധവൽക്കരണ ക്ലാസ്സെടുത്തു. സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണദാസ്, അങ്കണവാടി വർക്കർ CM പ്രീതി, ആശാ വർക്കർ CK സാനി, സുരേഷ് എന്നിവരും നിരവധി രക്ഷിതാക്കളും പങ്കെടുത്തു. കരിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ ഷനോജ്, പുന്നൂർകുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, ഗോവിന്ദൻ മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ ഇന്ദിര പ്രഭുലൻ, അജിത, പ്രിൻസിപ്പാൾ PS സന്തോഷ്, ജയപ്രകാശ്, ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മഫസ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന കിറ്റ് വിതരണം ചെയ്തു. നഴ്സറി വിദ്യാർത്ഥികൾക്കുള്ള പഠനക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മയും LP വിദ്യാർത്ഥികൾക്കുള്ള പഠനക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഇടവകാംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിലും നിർവഹിച്ചു. പള്ളിയുടെ കീഴിലുള്ള മോർ ഇഗ്നാത്തിയോസ് പ്രവാസി കുടുംബ യൂണിറ്റാണ് സ്കൂൾ കിറ്റ് സ്പോൺസർ ചെയ്തത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പ്രധാനാധ്യാപിക സിൽവി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി പ്രീതി ടീച്ചർ, വാർഡ് മെമ്പർ പ്രദീപ് കൂനത്ത്, പള്ളി ട്രസ്റ്റി KJ സോജൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി റൈവിൻ വി ചീരൻ, ജോയിന്റ് സെക്രട്ടറി സുവിൻ സജി, ട്രഷറർ അനുമോൻ സി തമ്പി, യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർ കരുണ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശനോത്സവ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള ആദരവും ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ CDS ചെയർപേഴ്സൺ അനിത സുരേഷ് സ്വാഗതം പറഞ്ഞു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീം അഷ്റഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷീജ, മെമ്പർ സെക്രട്ടറി ഗണപതി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. BRC ടീച്ചർ ജിൻസി നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടിയും ഉണ്ടായിരുന്നു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് കെയർ ആൻഡ് കംഫർട്ട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബുധനാഴ്ച സ്കൂളിൽ നടത്തിയ അസംബ്ലിയിൽ കെയർ ആൻഡ് കംഫർട്ട് പ്രവർത്തകൻ പഠനോപകരണങ്ങൾ കൈമാറി. സ്കൂൾ അധ്യാപകർ ആവശ്യപ്പെട്ട 80ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പ്രധാന അധ്യാപിക വിജി പോൾ, കെയർ ആൻഡ് കംഫർട്ട് ചെയർമാൻ ബാബു ജോസിൽ നിന്നും പഠനോപകരണം ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. കെയർ ആൻഡ് കംഫർട്ട് പ്രവർത്തകരായ മാനേജിംഗ് ട്രസ്റ്റി PD ജോസ്, ട്രസ്റ്റിമാരായ ലിയോ ടോണി, VK ബാബു, നോയൽ ആൻഡ്രൂസ്, സ്കൂൾ മാനേജർ സോണി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകൻ T ആന്റണി ഫ്രാൻസിസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷെർലി ഇഗ്നീഷ്യസ് നന്ദിയും പറഞ്ഞു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ ഹാളിൽ നടത്തിയ പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് വിദ്യാലയത്തിലേക്ക് പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം പൂർവ്വകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ശ്രദ്ധാവഹമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രിൻസിപ്പാൾ PV അജിത സ്വാഗതം പറഞ്ഞു. സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുർ റഹീം അധ്യക്ഷനായി. സ്കൂൾ OSA ജനറൽ സെക്രട്ടറി അഷ്കർ അറക്കൽ, സ്കൂൾ മുൻ PTA പ്രസിഡന്റുമാരായ ഉസ്മാൻ വാലിയിൽ, നൌഫൽ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുട്ടികളെ പൂച്ചെണ്ടും യൂണിഫോമും പാഠപുസ്തകവും മധുരവും നൽകി സ്വീകരിച്ചു. LSS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫി നൽകിയും ആദരിച്ചു. രക്ഷിതാക്കളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പ്രധാന അധ്യാപിക ഇൻചാർജ് TP പുഷ്പാഞ്ജലി നന്ദി പറഞ്ഞു. ചാലിശ്ശേരി അങ്ങാടി 13-ാം വാർഡിലെ 2 അങ്കണവാടികളിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി GCC ക്ലബ്ബ് കുരുന്നുകൾക്ക് മധുര വിതരണം നടത്തി. ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, അനീഷ് തോലത്ത്, സതീഷ് പൂഴിക്കുന്നത്ത് എന്നിവരിൽ നിന്ന് 104, 105 നമ്പർ അങ്കണവാടി ടീച്ചർമാരായ CM പ്രീതി, PC, LC എന്നിവർ മധുരപലഹാരം ഏറ്റുവാങ്ങി.
പഞ്ചായത്ത് അംഗം ആനി ബിനു, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,090 രൂപ, പവന് 72,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 113 രൂപ. ചരമം. കുന്നംകുളം YMCA റോഡിൽ പുലാക്കൽ പരേതനായ ജോബ് ഭാര്യ ജെസി നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. അഖില, ഗീവർഗീസ് എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ പരേതനായ കുഞ്ഞപ്പൻ മകൻ വിൽസൺ നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഹൈസ്കൂൾ റോഡിൽ ലില്ലി ഗ്രൂപ്പ് സ്ഥാപന ഉടമയാണ്. സംസ്കാരം 4 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. ലില്ലിയാണ് ഭാര്യ. ലിവിൻ, വിവിൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം കീഴൂർ പാറപ്പുറത്ത് ദാമോദരൻ ഭാര്യ കാർത്തിയേനി അമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ഐവർമഠത്തിൽ നടന്നു. സജീവ്, ശൈലജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടിയഞ്ചിറ താൽക്കാലിക ബണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. തണ്ണീർക്കായൽ പ്രദേശത്തെ 40ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ബണ്ട് പൊട്ടിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. കുന്നംകുളം നഗരസഭാ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ സ്ഥാപിച്ച ഇരുമ്പു കവാടം അപകടാവസ്ഥയിൽ. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇരുമ്പു കവാടം സ്ഥാപിച്ചത്. ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം ഒഴുക്കി സാമൂഹ്യ വിരുദ്ധർ. മഴയിൽ വീട്ടുമുറ്റത്തേക്കും കിണറ്റിലേക്കും ഒഴുകിയെത്തിയതോടെ ദുരിതത്തിലായി കുടുംബങ്ങൾ. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ. അണ്ടത്തോട് പെരിയമ്പലം വേട്ടേക്കരൻ ക്ഷേത്രക്കുളത്തിലെ ജലം മലിനമായതായി ആക്ഷേപം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാനയിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തിയതോടെ കുളം ഉപയോഗശൂന്യമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.